ഒരിക്കലൊരിടത്ത് ഒരു ചെറിയ കടലോര ഗ്രാമത്തിൽ രവി എന്നു പേരുള്ള ഒരാൾ ജീവിച്ചിരുന്നു. ദയയും ജിജ്ഞാസയുമുള്ള ഒരു മീൻപിടുത്തക്കാരനായിരുന്നു അദ്ദേഹം. പഴയ കഥകൾ കേൾക്കാൻ അയാൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം പ്രായം ചെന്ന ഒരു നാവികൻ രവിക്ക് കീറിയൊരു ഭൂപടം നൽകിയിട്ട് മന്ത്രിച്ചു, ആമദ്വീപിൽ ഒരു നിധി കുഴിച്ചിട്ടിട്ടുണ്ട്. രവി ആ ഭൂപടത്തിലേക്ക് നോക്കി. ആമയുടെ ആകൃതിയിലുള്ള ഒരു പാറയുടെ അടുത്തുള്ള വലിയ മരത്തിന്റെ താഴെയായി ഒരു ചുവന്ന എക്സ് അടയാളപ്പെടുത്തിയിരുന്നു. ആവേശത്തോടെ അവൻ ഭക്ഷണവും ഒരു മൺവെട്ടിയും തന്റെ ഭാഗ്യനാണയവുമെടുത്ത് ചെറിയ വള്ളത്തിൽ യാത്ര തിരിച്ചു. കടൽ ശാന്തമായിരുന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം രവി ആമദ്വീപിലെത്തി. അവിടം നിശ്ശബ്ദവും ഇടതുറന്ന മരങ്ങൾ നിറഞ്ഞതുമായിരുന്നു. ആമയുടെ ആകൃതിയിലുള്ള ആ പാറ കാണുന്നതുവരെ അവൻ തിരഞ്ഞുകൊണ്ടേയിരുന്നു. അതിനടുത്തായി വലിയ ശാഖകളുള്ള ഒരു ഭീമൻ മരം നിന്നിരുന്നു. രവി ആ മരച്ചുവട്ടിൽ കുഴിക്കാൻ തുടങ്ങി. അവന്റെ കൈകൾ തളർന്നെങ്കിലും അവൻ കുഴിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ മൺവെട്ടി കട്ടിയുള്ള ഒന്നിൽ തട്ടി. അതൊരു തടിപ്പെട്ടിയായിരുന്നു. അവനത് ശ്രദ്ധയോടെ തുറന്നു. അതിൽ തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങളും വെട്ടിത്തിളങ്ങുന്ന രത്നങ്ങളും ഒരു കുറിപ്പുമുണ്ടായിരുന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു, ധീരനും സത്യസന്ധനുമായ ആത്മാവിന് ഈ നിധി നന്മ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുക. രവി പുഞ്ചിരിച്ചു. അവൻ നാട്ടിൽ തിരിച്ചെത്തി ആ നിധി ഉപയോഗിച്ച് ഒരു സ്കൂള് പണിയുകയും പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുകയും ഗ്രാമത്തിലെ വള്ളങ്ങൾ നന്നാക്കുകയും ചെയ്തു. അന്നുമുതൽ ആളുകൾ രവിയെ ഒരു മീൻപിടുത്തക്കാരനായി മാത്രമല്ല, സ്വർണഹൃദയമുള്ള ഒരു മനുഷ്യനായും ഓർത്തു. നിധിയേക്കാൾ വലുതായൊന്നു കണ്ടെത്തിയവൻ. അവൻ തന്റെ ജീവിത ലക്ഷ്യം കണ്ടെത്തി. മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് യഥാർത്ഥ നിധി.